ഹായ് അരുൺ, വെൽക്കം ബാക്ക് ടു ദ സോൾട്രിറ്റിക്ക യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ കാസിയോ ബ്രാൻഡിൻ്റെ ഒരു വാച്ച് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉറപ്പായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വാച്ച് ഡീറ്റെയിൽസിലേക്ക് കടക്കാം. വാച്ച് ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇത് പോപ്പുലർ റെട്രോ ഡിസൈനിൽ വരുന്ന കാസിയോ LA670W മോഡൽ വാച്ചാണ്. ക്ലാസിക് ഡിസൈനിൽ ഗോൾഡൻ ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷനിൽ വരുന്ന ഒരു ബ്യൂട്ടിഫുൾ വാച്ചാണ് ഇത്. 27.8 ഗ്രാംസ് വെയിറ്റോട് കൂടി വരുന്ന ഈ വാച്ചിന്റെ കേസ് ആൻഡ് ബെസൽ റെസിൻ മെറ്റീരിയൽ ആണ്. ഈ വാട്ടർ റെസിസ്റ്റന്റ് ഡിജിറ്റൽ വാച്ചിന്റെ കേസ് സൈസ് 30.3 mm ലെങ്ത്തും 24.6 mm വിഡ്ത്തും 7.3 mm തിക്നെസ്സുമാണ്. റെസിൻ ഗ്ലാസോട് കൂടി വരുന്ന ഈ വാച്ചിന് ടൈമർ, സ്റ്റാർട്ട് സ്റ്റോപ്പ്, മോഡ് എന്നിങ്ങനെ 3 ബട്ടൺസ് ആണ് കൊടുത്തിരിക്കുന്നത്. ഈ വാച്ചിന് ഗോൾഡൻ ടോണിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ മെറ്റീരിയലിലാണ് ഇതിൻ്റെ ബാൻഡ് വന്നിരിക്കുന്നത്. ക്ലാസ്പിൽ കാസിയോ ബ്രാൻഡിങ് കൊടുത്തിരിക്കുന്നത് കാണാം. ഇതിന് അഡ്ജസ്റ്റബിൾ ക്ലാസ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ വാച്ചിൽ സമയം 1 മണി കഴിഞ്ഞ് 12 മിനിറ്റ് എന്നാണ് കാണിക്കുന്നത്. ഇനി ഡേറ്റ്, ഡേ ആൻഡ് മന്ത് കാണാനായി സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യാവുന്നതാണ്. റൈറ്റ് അപ്പർ ബട്ടൺ യൂസ് ചെയ്ത് ടൈമർ ഓൺ ചെയ്ത് വെക്കാവുന്നതാണ്. 1, 3, 5, 30 മിനിറ്റ്സ് വരെ നമുക്ക് ടൈമർ സെറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ 1 മിനിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. 1 മിനിറ്റിന് ശേഷം ടൈമർ ഓഫ് ആവുന്നതാണ്. ഇവിടെ ഇപ്പം 55, 56, ഇപ്പം 24 ആ 1 മിനിറ്റ് കഴിഞ്ഞിരിക്കുന്ന ടൈമർ ഓഫ് ആയിരിക്കുകയാണ്. ഇനി അലാം ഫംഗ്ഷനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് അലാം ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. ശേഷം റൈറ്റ് സൈഡ് ബട്ടൺസ് യൂസ് ചെയ്ത് ടൈം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ 4:02 അലാം സെറ്റ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് ലോവർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് അലാം ഓൺ ഓഫ് എല്ലാം ചെയ്ത് വെക്കാവുന്നതാണ്. റൈറ്റ് സൈഡ് ലോവർ ബട്ടൺ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അലാം ഓൺ ഓഫ് എല്ലാം ചെയ്യുന്നത്. ഇപ്പം അലാം ഓൺ ചെയ്തു. വീണ്ടും സ്ക്രീനിലേക്ക് നോക്കുമ്പോൾ ടൈമിൻ്റെ കൂടെ നമ്മളത് ഓണായി കാണുന്നുണ്ട്. വീണ്ടും ഓഫ് ചെയ്യാനായി സെയിം ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് സ്റ്റോപ്പ് വാച്ച് ഫംഗ്ഷൻ സെലക്ട് ചെയ്യാവുന്നതാണ്. സ്റ്റാർട്ട് ചെയ്യാനായി റൈറ്റ് സൈഡ് ലോവർ ബട്ടൺ യൂസ് ചെയ്യാം. സ്റ്റോപ്പ് ചെയ്യാനായി സെയിം ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. റീസെറ്റ് ചെയ്യാനായി റൈറ്റ് സൈഡ് അപ്പർ ബട്ടൺ യൂസ് ചെയ്യാവുന്നതാണ്. ഇനി വാച്ചിൽ ടൈം, ഡേറ്റ് എല്ലാം എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായി മോഡ് ബട്ടൺ പ്രസ് ചെയ്ത് ടൈം സെലക്ട് ചെയ്യാവുന്നതാണ്. റൈറ്റ് സൈഡ് ലോവർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് റീസെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പർ ബട്ടൺ യൂസ് ചെയ്ത് അവർ, മിനിറ്റ്, സെക്കൻഡ് എല്ലാം നമുക്ക് സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. ടൈം 1 മണി കഴിഞ്ഞ് 21 മിനിറ്റ് PM സെറ്റ് ചെയ്തു. വീണ്ടും നമ്മൾ നവംബർ മന്ത് സെലക്ട് ചെയ്തിരിക്കുകയാണ്. ലോവർ ബട്ടൺ യൂസ് ചെയ്ത് നമുക്ക് നവംബർ 11 തന്നെ സെലക്ട് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് അപ്പർ ബട്ടൺ യൂസ് ചെയ്ത് ഡേറ്റ്, ഇന്ന് ഡേറ്റ് 20th ആണ്. അപ്പം 20th നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ നമുക്ക് ഡേയും സെറ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പം നവംബർ 20 തേഴ്സ്ഡേ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി ജെന്യൂനിറ്റി എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത് നോക്കാം. 3 ബട്ടണും ഒരുമിച്ച് പ്രസ് ചെയ്ത് ഹോൾഡ് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പാറ്റേൺ ഡിസ്പ്ലേ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ വളരെ ചെറിയ സൈസിൽ വരുന്നൊരു എലഗൻറ്റ് ലേഡീസ് വാച്ച് ആയിരുന്നു നമ്മൾ ഇന്ന് കണ്ടത്. അപ്പോൾ ഇന്നത്തെ വാച്ചും വീഡിയോയും എല്ലാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസിനായി ദി സോൾട്രിറ്റിക്ക യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. വേറൊരു വീഡിയോയിൽ വേറൊരു വാച്ചുമായി കാണുന്നവരെ ബൈ ഫ്രം ദി സോൾട്രിറ്റിക്ക.